തൃശൂർ മറ്റത്തൂരിലെ കൂറുമാറ്റത്തിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി മുഖ്യമന്ത്രി. കോൺഗ്രസ് ഒറ്റച്ചാട്ടത്തിന് ബിജെപിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയെന്ന് പരിഹാസം. ഒരാളും ബിജെപിയിൽ പോയിട്ടില്ല എന്ന് വി ഡി സതീശൻ. ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയെന്ന് പാർട്ടി പുറത്താക്കിയ അംഗങ്ങൾ. തലസ്ഥാന നഗരിയുടെ ഭരണം പിടിച്ചതിന് പിന്നാലെ ബി.ജെ.പി. കൗൺസിലർ ആർ. ശ്രീലേഖയുടെ ഒഴിപ്പിക്കൽ നാടകം. കോർപ്പറേഷൻ കെട്ടിടത്തിലെ എം.എൽ.എ. ഓഫീസ് വിട്ടുതരണമെന്ന് വി. കെ. പ്രശാന്തിനോട് ശ്രീലേഖ. ഏത് സ്വരത്തിൽ പറഞ്ഞാലും കരാർ തീരും വരെ തുടരുമെന്ന് എം.എൽ.എ. എം.എൽ.എയോട് അഭ്യർത്ഥിക്കുക ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ദേവിയേതൊന്ന് പരിഗണിക്കാമോ? ഇറ്റ്സ് മൈ റിക്വസ്റ്റ് എന്ന് 3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. യാതനാസ്വരത്തിലെങ്കിലും ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ മാഡം എന്നോട് ആവശ്യപ്പെട്ടു. പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. കോർപ്പറേഷന്റെ നോട്ടീസ് കിട്ടിയാലും ഞാൻ പറയുന്നത് മാർച്ച് മാസം 31 വരെ ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല. വിവാദം തണുപ്പിക്കാൻ പ്രശാന്തിനെ നേരിൽ കണ്ട് ശ്രീലേഖ. രാഷ്ട്രീയവൽക്കരിക്കേണ്ട എന്ന് മേയർ. ഓഫീസിന് പ്രശാന്ത് പണമടച്ച രേഖകൾ ന്യൂസ് മലയാളത്തിന്. കർണാടകയിലെ ബുൾഡോസർ രാജിനെതിരെ കടുത്ത വിമർശനവുമായി മുസ്ലിം ലീഗ്. സംഭവിച്ചത് നടക്കാൻ പാടില്ലാത്ത കാര്യമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജനങ്ങളെ കണക്കിലെടുക്കണമായിരുന്നെന്നും ലീഗ് നേതൃത്വം. കർണാടക സർക്കാർ ആരെയും വഴിയാധാരമാക്കില്ലെന്ന് വി. ഡി. സതീശൻ. കണ്ണിൽ ചോരയില്ലാത്ത നടപടിയെന്ന് എ. റഹീം എം.പി. ഉന്നാവോ ബലാത്സംഗ കേസിൽ നീതി തേടി രാജ്യ തലസ്ഥാനത്ത് അതിജീവതയുടെ പ്രതിഷേധം. ജന്തർ മന്ദറിൽ പിന്തുണയുമായി സാമൂഹ്യ പ്രവർത്തകരും. പ്രതി കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ചതിനെതിരെ CBI നൽകിയ അപ്പീൽ നാളെ സുപ്രീം കോടതിയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയുടെ ഇടപാടുകളിലേക്ക് അന്വേഷണം. വെളിപ്പെടുത്തൽ നടത്തിയ വിദേശ വ്യവസായിയിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കാൻ SIT. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ഹാജരാകാൻ നോട്ടീസ്. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർക്കായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകാൻ അന്വേഷണ സംഘം. സംസ്ഥാന വിരുദ്ധ നയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ച LDF. മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ അണിനിരത്തി ജനുവരി 12 മുതൽ സമര പരമ്പര. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള യാത്ര നടത്താനും തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തലമുറ മാറ്റം പ്രഖ്യാപിച്ച് വി. ഡി. സതീശൻ. 50% സീറ്റുകൾ വനിതകൾക്കും യുവാക്കൾക്കുമായി മാറ്റിവെക്കും. നടപ്പാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആശയം. തെരഞ്ഞെടുപ്പ് നയിക്കുക കൂട്ടായ നേതൃത്വമെന്നും വി. ഡി. സതീശൻ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ അഭിമുഖത്തിൽ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് നിർമ്മാണം തുടങ്ങാത്തതിൽ രൂക്ഷ വിമർശനവുമായി CPIM. ടി സിദ്ദിഖ് പ്രഖ്യാപിച്ചത് ഡിസംബർ 28-ന് വീട് നിർമ്മാണം തുടങ്ങുമെന്ന്. സ്ഥലം കണ്ടെത്തിയത് എവിടെയെന്ന് വ്യക്തമാക്കണമെന്ന് വയനാട് ജില്ലാ സെക്രട്ടറി കെ. റഫീഖ്. ആലപ്പുഴയിൽ ഹോട്ടലുകളിലെ കോഴിമാംസ വിതരണം തടഞ്ഞ് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി. നടപടി പക്ഷിപ്പനി ചൂണ്ടിക്കാട്ടി. ഭക്ഷണം കഴിക്കാനെത്തിയവരെ അധികൃതർ ഇറക്കിവിട്ടെന്ന പരാതിയുമായി ഹോട്ടൽ ഉടമകൾ. ഈ മാസം 31 മുതൽ ഹോട്ടൽ അടച്ചിട്ട് സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്നേക്ക് 140 വയസ്സ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ പിറവികൊണ്ട പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ദിനം ആഘോഷമാക്കി പ്രവർത്തകർ. AICC ആസ്ഥാനത്ത് പതാക ഉയർത്തി മല്ലികാർജുൻ ഖാർഗെ. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. പോരാട്ടത്തിനുള്ള സമയമെന്ന് AK ആന്റണി. ഭൂചലനത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന തായ്വാനിൽ നിന്നുള്ള നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തുടർച്ചയായുള്ള ഭൂചലനത്തിൽ ആശങ്കയോടെ ജനം. ഇലാൻ പ്രവിശ്യയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ. നഗരത്തിലെ 3000-ലധികം വീടുകൾ ഇരുട്ടിൽ. AI ഫോട്ടോ കേസിൽ N. സുബ്രഹ്മണ്യനെ വീണ്ടും വിളിപ്പിച്ച് പോലീസ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. അറസ്റ്റ് വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഉറച്ചു കോൺഗ്രസ്. കുമരകം കൂട്ടുകെട്ടിനെ ന്യായീകരിക്കാൻ പാടുപെട്ട് കോൺഗ്രസും BJPയും. പിന്തുണ നൽകിയത് സ്വതന്ത്രനായി
ജയിച്ച AP ഗോപിക്കെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. CPIM വിട്ടയാളെ തിരിച്ചെത്തിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനില്ലെന്നും ന്യായീകരണം. പാർട്ടി വിപ്പ് ലംഘിച്ച് UDFന് വോട്ട് ചെയ്ത 3 അംഗങ്ങളെ പുറത്താക്കി BJP. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് സംഘം ചേർന്നുള്ള മർദ്ദനമേറ്റതിനു പിന്നാലെ ഇതര സംസ്ഥാന തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. ബാർബർ ഷോപ്പ് ജീവനക്കാരനായിരുന്ന നയീം സൽമാനിക്ക് മർദ്ദനമേറ്റത് ഫേഷ്യൽ ചെയ്തതിന്റെ കൂലിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹൃദയാഘാതം മൂലമുള്ള മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദിച്ചവർക്കെതിരെ കേസ്. കൊച്ചി ചെല്ലാനത്ത് പോലീസ് പരിശോധനയ്ക്കിടെ വാഹനാപകടമെന്ന യുവാക്കളുടെ വാദം പച്ചക്കള്ളം. അപകടത്തിൽപ്പെട്ടവരുടെ പരാതി പൊളിച്ച ദൃശ്യങ്ങളും രേഖകളും പുറത്ത്. യുവാക്കൾ ബൈക്ക് ഓടിച്ചത് മിന്നൽ വേഗത്തിൽ. മദ്യപിച്ചതിന് തെളിവായി മെഡിക്കൽ രേഖ. ആശുപത്രിയിൽ ചികിത്സ തേടിയത് നായ കുറുകെ ചാടിയുണ്ടായ അപകടമെന്ന് വിശ്വസിപ്പിച്ചു. മുനമ്പം ഭൂമി തർക്കത്തിൽ വഖഫ് ബോർഡ് നടപടിക്രമങ്ങളിലെ വീഴ്ച വ്യക്തമാക്കുന്ന രേഖ ന്യൂസ് മലയാളത്തിന്. ഭൂമി വഖഫ് രജിസ്റ്ററിൽ ചേർത്തത് താമസക്കാർക്ക് നോട്ടീസ് നൽകാതെ. ഭൂമി ഏറ്റെടുക്കും മുമ്പ് വിശദീകരണം തേടിയത് ഫറൂഖ് കോളേജിൽ നിന്ന് മാത്രമെന്നും വിവരാവകാശ രേഖ. ട്രിബ്യൂണലിന് മുന്നിൽ നിർണായക തെളിവായി ഉപയോഗിക്കുമെന്ന് മുനമ്പം സമരസമിതി. എറണാകുളം പെരുമ്പാവൂരിലെ പരസ്യലഹരി കച്ചവട ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. മേഖലയിൽ ആംബ്യൂൾ വിൽപ്പന തകൃതി. ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഒരാൾ പിടിയിൽ. മറ്റ് പ്രതികൾക്കായി വ്യാപക തെരച്ചിൽ. ഓടിത്തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിച്ച അപകടത്തിൽപ്പെട്ട യാത്രക്കാരന് RPF കോൺസ്റ്റബിളിന്റെ രക്ഷാകരം. ട്രെയിനിൽ നിന്നും പ്ലാറ്റ്ഫോമിനുമിടയിലേക്ക് വീണ യാത്രക്കാരനെ രക്ഷിച്ചത് ലിജിഷയുടെ സമയോചിത ഇടപെടൽ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. ഉത്തരാഖണ്ഡിൽ കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി കൊടും കുറ്റവാളി വിനയ് ത്യാഗി വെടിയേറ്റ് മരിച്ചു. പോലീസ് വാഹനത്തിന് നേരെ നിറയൊഴിച്ചത് ബൈക്കിലെത്തിയ കാശിപ്പൂർ സ്വദേശികൾ. 2 പേരെയും പിടികൂടി പോലീസ്. ജമ്മുകശ്മീരിൽ ഔദ്യോഗിക വാഹനത്തിൽ റീൽസ് എടുത്ത പോലീസുകാരന്റെ തൊപ്പി തെറിച്ചു. പണി കിട്ടിയത് മഞ്ഞു മൂടിയ വഴിയിലൂടെ റീൽസ് എടുത്ത് ആഘോഷിച്ച ട്രാഫിക് പോലീസ് SI ഗുൽ ഷെറാസിന്. നടപടി വാഹനത്തിന്റെ ഡോർ തുറന്നിട്ടുള്ള അപകടയാത്രയുടെ ദൃശ്യം പ്രചരിച്ചതോടെ. രാജ്യതലസ്ഥാനത്ത് കാറിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. വാഹനം പരസ്പരം വെട്ടിച്ചു കളിച്ചുള്ള അപകടയാത്രയുടെ ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. ദൃശ്യം പ്രചരിച്ചതോടെ യുവാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ഡൽഹി പോലീസ്. ത്രിപുരയിൽ ആരാധനാലയത്തിന് തീവയ്ക്കാൻ ശ്രമിച്ച ഒരു വിഭാഗം. പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്ത് മദ്യക്കുപ്പികളും ഭീഷണി കത്തും ബജ്രംഗദളിന്റെ കൊടിയും കണ്ടെത്തി. ചെറിയ തെറ്റിന് പോലും മാപ്പ് നൽകില്ലെന്ന് കത്തിൽ മുന്നറിയിപ്പ്. മൻ കി ബാത്തിൽ ഈ വർഷത്തെ രാജ്യത്തിന്റെ അഭിമാന നിമിഷങ്ങൾ പങ്കുവച്ച് പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ കരുത്തിന്റെ മുദ്രയായി. സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശം നൽകാനായെന്നും മോദി. രാജ്യത്തിന്റെ അഭിമാനമായ കായിക താരങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ ആശംസ. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യത്തെ ചൊല്ലി നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടിയിൽ പൊട്ടിത്തെറി. സഖ്യ തീരുമാനത്തെ എതിർത്ത് 30 നേതാക്കൾ നേതൃത്വത്തിന് കത്തയച്ചു. ജമാഅത്തയുടെ വംശഹത്യാ ചരിത്രം മറക്കരുതെന്ന് നേതാക്കൾ. നീക്കം NCPയുടെ രാഷ്ട്രീയ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പ്. കൊച്ചി മുസ്ലിസ് ബിനാലെയെ പ്രശംസിച്ച് വിഖ്യാത എഴുത്തുകാരി അരുന്ധതി റോയ്. മറ്റ് സംസ്ഥാനങ്ങൾ കേരള സർക്കാരിനെ കണ്ടു പഠിക്കണമെന്ന് പ്രശംസ. മലയാളി എന്ന നിലയിൽ ഏറെ അഭിമാനമെന്നും അരുന്ധതി റോയ്. സംവിധായകൻ ദിലീഷ് പോത്തന്റെ ഇഷ്ടിക നടത്ത വീഡിയോ ഏറ്റെടുത്ത നെറ്റിസൺസ്. വൈറലാകുന്നത് ദിലീഷിന്റെ നാടായ കോട്ടയം കുറുപ്പന്തറയിലെ ക്ലബ് ആഘോഷ പരിപാടിയുടെ വീഡിയോ. മത്സരത്തിൽ പങ്കെടുത്ത് പങ്കാളി ജാക്ലിൻ. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ 2020 പരമ്പരയിലെ 4ാം മത്സരം അല്പസമയത്തിനകം. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യത. ആശ്വാസ ജയം തേടി ലങ്ക.
സൗദി പ്രോ ലീഗിൽ ഗോൾ വേട്ട തുടർന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി തിളങ്ങി സൂപ്പർ താരം. തുടർച്ചയായി 10 വിജയമെന്ന റെക്കോർഡിലെത്തി അൽ നസർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ ഒന്നാമത് തുടരും. ബ്രൈറ്റനെ തകർത്തത് 1-2 ഗോളുകൾക്ക്. മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, ഫുൾഹാം ടീമുകൾക്കും ജയം. ആസ്റ്റൺ വില്ലയ്ക്ക് മുന്നിൽ വീണ് ചെൽസി.